പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ മക്കളെ, ഇന്നലെ വൺഡേ ധ്യാനമായിരുന്നു. വ്യാഴാഴ്ചത്തെ, അതായത് എല്ലാ മാസവും താമസിച്ചുള്ള ധ്യാനം കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ചയാണല്ലോ. ഒരു മാസത്തിലൊരു വ്യാഴാഴ്ച വൺഡേ ധ്യാനം. സാധാരണ വൺഡേ ധ്യാനം എല്ലാ ഒന്നരാടൻ ഞായറാഴ്ച. ഇനി ഈ വരുന്നതിൻ്റെ പിന്നത്തെ ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ വൺഡേ ധ്യാനം ഉള്ളത്. സ്നേഹമുള്ളവർ, നമുക്ക് നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് സമർപ്പിക്കാം, ദൈവത്തിന് കൊടുക്കാം. ഇന്ന് വെള്ളിയാഴ്ച പീഡാനുഭവ രഹസ്യ സ്മരണങ്ങൾ നമ്മൾ ആചരിച്ച് ആ പീഡാനുഭവത്തോട് ചേർന്ന് നമ്മുടെ കുഞ്ഞു കുഞ്ഞ് സഹനങ്ങളും ഈശോയുടെ മുറിവിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. മക്കളെ, സഹനങ്ങളില്ലാതെ സൗഭാഗ്യം ഉണ്ടാകില്ല എന്ന് അരുളി ചെയ്ത തമ്പുരാൻ, മക്കളെ, നമുക്ക് വേണ്ടി യാഗമായി മാറിയ കർത്താവ് വിലാപ്പുറത്തു നിന്ന് രക്തമൊഴുക്കി, ഉള്ളം കൈകളിൽ നിന്ന് രക്തമൊഴുക്കി, മുട്ടുകാലിൽ നിന്ന് രക്തമൊഴുക്കി, പാദത്തിൽ നിന്ന് രക്തമൊഴുകി, ഒരിഞ്ച് സ്ഥലം പോലും ഇല്ലാതെ എല്ലായിടത്തുനിന്നും ബ്ലഡ് ഒഴുക്കി. ആദവും അവയും പാപം ചെയ്തപ്പോൾ ഇനി എന്ന് മനുഷ്യപുത്രൻ്റെ രക്തം ചിന്തുന്നുവോ അപ്പോൾ മാത്രമേ പാവങ്ങൾക്ക് മോചനമുള്ളൂ, പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നൊരു വ്യക്തിക്ക് മോചനം കിട്ടുകയുള്ളൂ എന്ന് ദൈവം അന്ന് ചിന്തിച്ചു കാണും. ഹെബ്രായലേഖനം 9:20 ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ വളർച്ചയ്ക്കോ, നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിപരമായ ജീവിതത്തിൽ ഏതെങ്കിലും രോഗാവസ്ഥകളോ, ഏതെങ്കിലും തകർച്ചകളോ, ഏതെങ്കിലും ബന്ധനങ്ങളോ, ഏതെങ്കിലും തടസ്സങ്ങളോ, ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ജയമില്ലാതെ വരുന്ന സമയങ്ങളിലോ, ഏതെങ്കിലും നമ്മുടെ ഇരിക്കുന്ന അവസ്ഥകളിൽ ഒരു സമാധാനമില്ലാത്തൊരു ജീവിത രീതിയാണോ, ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിത രീതിയാണോ, ഒരുപക്ഷെ രോഗത്താൽ, ഒരുപക്ഷെ കടഭാരത്താൽ, ഒരുപക്ഷെ ഐക്യമില്ലായ്മയിൽ വരുന്ന വിവിധ തരത്തിലുള്ള കുടുംബജീവിതത്തിലും ഒക്കെയായിട്ട് ഒരു സ്വസ്ഥതയില്ല. മോനെ മോളെ, നിന്റെ ജീവിതം എത്രമാത്രം സമാധാനക്കേട് ഉള്ള ജീവിതമാണോ, എത്രമാത്രം നീ ബന്ധനത്തിലാണോ, എത്രമാത്രം പീഡനത്തിലാണോ, എത്രമാത്രം സ്വസ്ഥത ഇല്ലാത്തൊരവസ്ഥയാണോ? യെസ് മോനെ മോളെ, നിന്റെ രക്ഷകൻ ഈശോ ഇപ്രകാരം പറഞ്ഞില്ലേ, യെശയ്യാ 1:18 വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, നിന്റെ പാവങ്ങൾ എത്ര കടുംചുവപ്പാണെങ്കിൽ ഞാനത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തീർത്തു തരാമെന്ന്. ഹല്ലേലൂയ. അപ്പം ഇത് ഈ നിന്റെ രക്ഷകനല്ലാതെ, നിനക്ക് വേണ്ടി യാഗമായി മാറിയവനല്ലാതെ, നിനക്ക് വേണ്ടി രക്തം ചിന്തിയവനല്ലാതെ, നിനക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വാർന്നു തന്ന് ജീവൻ കുരിശിൽ വെടിഞ്ഞവനല്ലാതെ ഒരാർക്ക് സാധിക്കും? നിന്റെ പാവങ്ങൾ ഞാൻ മാച്ചു കളയാമെന്ന്. ഹല്ലേലൂയ. നിന്റെ പാവം എത്ര വലുതാണെങ്കിലും അതെല്ലാം മാച്ചു കളയാൻ കർത്താവിന് സാധിക്കും. മക്കളെ, ആയതിനാൽ നിന്റെ എല്ലാ ബന്ധനങ്ങളും മാറ്റും, എല്ലാ തടസ്സങ്ങളും മാറ്റും, അവിടെ എല്ലാം വിജയം ഉണ്ടാവും. ഹല്ലേലൂയ. നമുക്ക് നമ്മളെ തന്നെ, നമ്മുടെ നിയോഗങ്ങളും നമ്മളെ തന്നെ ഈശോയുടെ വിലാപ്പുറത്തേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇപ്പോൾ നീ നേരിടുന്ന വേദനകൾ, നീ നേരിടുന്ന ആ കഷ്ടത, നീ നേരിടുന്ന പ്രയാസങ്ങൾ, നീ നേരിടുന്ന ഒരു സന്തോഷമില്ലായ്മ, നീ നേരിടുന്ന ഒരു വിജയമില്ലായ്മ, യെസ്, എല്ലാം ഈശോയുടെ നിനക്ക് വേണ്ടി യാഗമായി മാറിയ കർത്താവ് നിനക്ക് വേണ്ടി കുരിശെ കിടന്ന് പിടയണ സമയത്ത്, പിടഞ്ഞ് കിടക്കുന്ന സമയത്ത് ഈശോ ചത്തുവെന്ന് നോക്കുക, കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അതിൽ നിന്ന് ഒരു തുള്ളി രക്തം വീണ് ആ ലുങ്ക്യൂനോസിൻ്റെ പൊട്ടക്കണ്ണിൽ ഒരു തുള്ളി വീണപ്പോൾ ആ കണ്ണിന് കാഴ്ച കൊടുത്ത കർത്താവ്. മക്കളെ, നീ ഒരുപക്ഷെ പാവം മൂലം നീ കർത്താവിൽ നിന്ന് ഇതുവരത്താണെങ്കിലും ഈ രക്ഷയില്ല, എന്നെ കൊണ്ട് സാധ്യമല്ല, എന്നെ ദൈവം സ്നേഹിക്കില്ല,
എൻ്റെ കർത്താവിൽ നിന്നൊരു അനുഗ്രഹം എനിക്ക് കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഈ നിമിഷത്തിൽ, ഈശോയേ ഞാൻ പാവിയാണെന്ന്, യേശുവേ ഞാൻ രോഗിയാണെന്ന്, ഈശോയേ ഞാൻ തകർന്നവനാണെന്ന് പാപങ്ങൾ ഓർത്ത് പശ്ചാത്തപിച്ച് ഈശോയേ നിന്ന് മാപ്പി ചോദിക്കുക. ഈശോ അവിടെ കണ്ണീര് തുടച്ച് അവിടുന്ന് സ്നേഹചുംബനം തരുന്ന നിമിഷമാണ്. കരഞ്ഞ കണ്ണീരോടെ പാപങ്ങൾ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. കരഞ്ഞ കണ്ണീരോടെ പാപങ്ങൾ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം, മാപ്പ് ചോദിക്കാം. ഈശോയെ, ഈശോയെ ഒന്ന് തൊടണമേ ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി യാഗമായി മാറിയ എൻ്റെ കർത്താവേ, അങ്ങയുടെ വിലാപ്പുറത്ത് ഒന്ന് സ്നേഹത്തോടെ കർത്താവേ, ഒരു രക്ഷയ്ക്ക് വേണ്ടി, ഒരു ബന്ധന മോചനത്തിന് വേണ്ടി അങ്ങയുടെ വിലാപ്പുറത്ത് ഒന്ന് ചാർന്ന് കിടന്നോട്ടെ, ഒന്ന് ചാഞ്ഞ് കിടന്നോട്ടെ കർത്താവേ. ഒന്ന് വാരിക്കോരി ഒന്ന് പിടിക്കലേ കർത്താവേ. മോനെ മോളെ, നിൻ്റെ ദുഃഖങ്ങളൊക്കെ സമർപ്പിക്ക്, നിൻ്റെ കഷ്ടതയൊക്കെ സമർപ്പിക്ക്, നിൻ്റെ ആ 2 നിയോഗങ്ങൾ സാധിക്ക്. സ്തുതിച്ചേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവരുടെ ആ 2 നിയോഗങ്ങൾ എത്രയും സഹായിച്ചു കൊടുക്കണമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണേ കർത്താവേ. നീതിമാനായ വിശുദ്ധ ഔസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണേ, മാതാവേ പ്രാർത്ഥിക്കണമേ. കുരിശിൽ ഞങ്ങൾക്കായി യാഗമായ കർത്താവേ, നിന്റെ വിലമതിക്കാൻ പറ്റാത്ത പരിശുദ്ധ രക്തം ഞങ്ങളുടെ മേൽ തളിച്ച് ഞങ്ങൾക്ക് ഒരു ജീവൻ അവിടെ നിന്ന് നൽകുവാൻ, അത് സമൃദ്ധിയായി ഉണ്ടാകുവാൻ വേണ്ടി അങ്ങ് ചിന്തിയ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ കർത്താവേ. യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. വേദനിക്കുന്ന മക്കള്, കൂലിപ്പണിയെടുക്കുന്ന മക്കള്, തൊഴിൽ വിജയമില്ലാത്ത മക്കള്, തൊഴിലില്ലാത്ത മക്കള്, കർത്താവെ തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണേ. പഠിക്കുന്ന കുഞ്ഞുമക്കളെ അവിടെ നിന്ന് ആസ്വദിച്ച് അനുഗ്രഹിക്കണേ കർത്താവെ. ഈശോയെ അനുഗ്രഹിക്കണേ, 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 അനുഗ്രഹിക്കണേ കർത്താവെ, അനുഗ്രഹിക്കണേ കർത്താവെ. യേശുവെ നന്ദി, 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 നന്ദി. യേശുവെ നന്ദി, നന്ദി, നന്ദി. ആലേലിയ, 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 ആലേലിയ. യേശുവെ നന്ദി. ആലേലിയ, 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 ആലേലിയ. ഈശോയുടെ മക്കളെ, നിനക്ക് ഈശോയ്ക്ക്, നിന്നെ ഈശോയ്ക്ക് വേണം, നിന്നെ ഈശോയ്ക്ക് വേണം. ഈശോ കൈവിടില്ല. നീ എത്ര പാവിയാണെങ്കിലും രോഗിയാണെങ്കിലും, നീ തകർന്നവനാണെങ്കിലും, നീ എത്ര രോഗിയാണെങ്കിലും, നീ തകർന്നവനാണെങ്കിലും, നീ ആരായിരുന്നാലും നിന്റെ ഈശോ നിന്നെ കൈവിടുകയില്ല. നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഈശോ, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഈശോ. എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ പാവിയാണെന്നാലും, ലോകം നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും, എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും, എനിക്കു വേണം നിന്നെ, നീ പാവിയാണെന്നാലും, എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും. നീ തകർന്നവനാണോ മകനെ, നീ തകർന്നവളാണോ മകളെ, അവിടെ നിന്ന് ഏറ്റെടുക്കുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട്. യേശുവെ നന്ദി, 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 നന്ദി. മാതാവെ പ്രാർത്ഥിക്കണമേ. നിത്യപിതാവിൻ പുത്രനും പരിശുദ്ധാത്മാവിൻ സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിന്റെ അവസ്ഥ ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് അവിടത്തോട് ചേർന്ന് നിൽക്കുക. നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. സന്തോഷത്തിലായിരിക്കും മക്കളെ. പ്രൈസ് ദി ലോർഡ്.